സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോഴും ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകി സർക്കാർ. ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഇരട്ടിയിലധികം ഉയർത്താനാണ് നീക്കം. പ്രതിവർഷ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 11,31,000 രൂപയാക്കാൻ തീരുമാനിച്ചു. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും കുത്തനെ കൂട്ടി. യാത്രാബത്ത സംബന്ധിച്ചുള്ള പുതിയ തീരുമാനങ്ങൾ അറിയില്ലെന്നായിരുന്നു KV തോമസിന്റെ പ്രതികരണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പ്രത്യേക പ്രതിനിധിയായി ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത അന്ന് മുതൽ എനിക്ക് തരുന്നത് എൻ്റെ മുൻഗാമിയായ ഡോക്ടർ സമ്പത്തിന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളുമാണ്. ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എൻ്റെ താമസം ഉൾപ്പെടെ അത് എന്താണോ സമ്പത്തിന് കൊടുത്തിരുന്നത് അത് തന്നെയാണ് എനിക്ക് തന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടോ എന്ന് എനിക്കറിയത്തില്ല. സമ്പത്തിന് കൊടുക്കാത്തതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും എനിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റോഷിപാൽ വീണ്ടും എത്തുന്നു. റോഷിപാൽ, യാത്രാബത്ത KV തോമസിന് കൂട്ടി നൽകാനും ഒപ്പം സർക്കാർ അഭിഭാഷകർക്ക് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം കൂട്ടാനും ഒക്കെയുള്ള തീരുമാനം സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറയുന്നതിനിടെ നടപ്പാക്കിയത് സർക്കാരിന് തിരിച്ചടിയാവില്ലേ? സുജയ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചത്. സമാനമായി തന്നെയാണ് ഇപ്പോൾ യാത്രാബത്ത KV തോമസിന്റെ യാത്രാബത്ത വർദ്ധിപ്പിച്ചത്. നേരത്തെ 5 ലക്ഷം രൂപ മാത്രമായിരുന്നു വാർഷിക യാത്രാബത്ത. ഏതാണ്ട് 6,31,000 രൂപ പ്രതിവർഷം യാത്രാ ഇനത്തിൽ ചെലവഴിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച യാത്രാബത്ത വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു KV തോമസ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ യാത്രാബത്തയിൽ വർഷത്തേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതോടെയാണ് 11.31 ലക്ഷം രൂപയായി യാത്രാബത്ത വർദ്ധിച്ചത്. ഏതായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പ്രോസിക്യൂട്ടർമാരുടെ ഉൾപ്പെടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ്. ഏതാണ്ട് 25,000 രൂപ വരെ ശമ്പളം പ്രോസിക്യൂട്ടർമാർക്ക് പ്രതിമാസം വർദ്ധിപ്പിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഇങ്ങനെ സ്വന്തക്കാർക്ക് പണം വാരിക്കോരിക്ക് നൽകുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിനിടയിൽ തന്നെയാണ് ഇങ്ങനെ KV തോമസിൻ്റെ യാത്രാബത്ത ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്.